ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആ ഒരു അജ്ഞാത കത്ത് സൃഷ്ടിച്ച ഭീതിയുടെ നിഴലിലായിരുന്നു സുധി. ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾക്കും സമാധാനം കെട്ട പകലുകൾക്കും ഒടുവിൽ വരാനിരിക്കുന്ന ആപത്തിൽ നിന്നും രക്ഷ തേടാൻ വേണ്ടി സുധി ജോത്സ്യനെ കാണാൻ തന്നെ തീരുമാനിച്ചു. ആനന്ദിനെയും കൂട്ടിയിട്ടാണ് ജോത്സ്യന്റെ ഇല്ലത്തേക്ക് സുധി പോയത്. മനസ്സിൽ നിറയെ ആദ്യമായി തനിക്ക് ലഭിച്ച ഭീഷണി കത്ത് സുധി ജോത്സ്യന് കൈമാറി. ജോത്സ്യൻ ആ കത്ത് ഒന്ന് കണ്ണോടിച്ചതിനു ശേഷം സുധിയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. സുധിയുടെ പരവേശം കണ്ട് അയാൾ ചോദിച്ചു, എന്താ കാര്യം? സ്വാമി, ഇതെന്റെ കടയിൽ ആരോ കൊണ്ടുവന്ന് തന്നതാണ്. എനിക്കെന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നുവെന്ന് ഇതിൽ പറയുന്നു. സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ? സുധിയുടെ ശബ്ദത്തിൽ ഭയം നിഴലിച്ചിരുന്നു. അത് കേട്ട ജോത്സ്യൻ ഒട്ടും ആശ്വസിപ്പിക്കാതെ പറഞ്ഞു, നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, നീ അറിഞ്ഞതും അറിയാത്തതുമായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവനാണെന്ന്. ജോത്സ്യന്റെ ആ വാക്കുകൾ കേട്ട് ആനന്ദൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി പറഞ്ഞത് കൃത്യമാണ്. മുഖം നോക്കി ലക്ഷണം പറയുന്നതിൽ സ്വാമി കേമൻ തന്നെ. എന്നാൽ കാര്യങ്ങൾ അത്ര നിസാരമായിരുന്നില്ല. കബഡി നിരത്തി രാശിചക്രങ്ങൾ കണക്ക് കൂട്ടി ജോത്സ്യൻ ഗൗരവത്തോടെ പറഞ്ഞു, തമാശയായി കാണേണ്ട. നിങ്ങളെ തേടി വലിയൊരു ആപത്തോ പ്രശ്നങ്ങളോ വരാൻ പോകുന്നുണ്ട്. ശനി പിടിച്ച സമയമാണ്. താമസിയാതെ തന്നെ അത് സംഭവിക്കും. ഇത് കേട്ട സുധി ആകെ തളർന്നുപോയി. കണ്ടോ ആനന്ദ്, ഞാൻ പറഞ്ഞില്ലേ, അത് സത്യമാവാൻ പോകുന്നു. അവൻ വിറയലോടെ പറഞ്ഞു. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ? സുധി ആകാംക്ഷയോടെ ചോദിച്ചു. സ്വാമി, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എന്ത് പരിഹാരവും ഞാൻ ചെയ്യാം. ജോത്സ്യൻ പുരാണത്തിലെ ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞു. മഹാഭാരതത്തിൽ കർണനെ ആർക്കും വധിക്കാൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ കവച കുണ്ടലങ്ങൾ കാരണമാണ്. അദ്ദേഹം ചെയ്ത ധർമ്മങ്ങളായിരുന്നു ആ കവചം. അതുപോലെ നിനക്കും ഒരു കവചം വേണം. ആനന്ദ് ഇടക്ക് കയറി ചോദിച്ചു. ഇവൻ അങ്ങനെ ധർമ്മങ്ങളൊന്നും ചെയ്യാവുന്നവനല്ല സ്വാമി. പിന്നെ എന്ത് കവചമാണ് ഇവൻക്ക് നൽകുക? ജോത്സ്യൻ മറുപടി നൽകി, ഇവന്റെ കവചം ഇവൻ ധരിക്കുന്ന വസ്ത്രം തന്നെയാണ്. വസ്ത്രങ്ങളുടെ നിറമാണ് ഇനി ഇവനെ സംരക്ഷിക്കാൻ പോകുന്നത്. ഇത് കേട്ടതോടുകൂടി തന്നെ സുധി അത്ഭുതപ്പെട്ടു. ആ ആഴ്ചയിലെ 7 ദിവസവും ധരിക്കേണ്ട പ്രത്യേക നിറങ്ങളെക്കുറിച്ച് ജോത്സ്യൻ വിവരിച്ചു. ഇതൊരു യൂണിഫോം പോലെ ഇടാനാണോ സ്വാമി പറയുന്നത്? സുധി സംശയത്തോടെ ചോദിച്ചു. അതെ, ഞാൻ പറയുന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മാത്രമേ നിനക്ക് വരാനിരിക്കുന്ന ആപത്തുകളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുള്ളൂ. ജോത്സ്യൻ തറപ്പിച്ചു പറഞ്ഞു. പൂജയോ ഹോമമോ ചെയ്താൽ മതിയാകുമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. ഇതിപ്പോൾ ഡ്രസ്സ് മാറാൻ പറയുന്നത് എന്താ? സുധി പിറുപിറുത്തു. ഇത് കേട്ട് ജോത്സ്യന് ദേഷ്യം വന്നു. സംശയത്തോടെയാണ് നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ അവസാനം നീ പെരുവഴിയിലാവും സുധി. പിച്ച എടുക്കേണ്ട ഗതികേട് നിനക്ക് വരും, അദ്ദേഹം ശാപവാക്കുകൾ പോലെ പറഞ്ഞു. പേടിച്ചുപോയ സുധി ഉടനെ തന്നെ അതിന് സമ്മതിച്ചു. പക്ഷേ ജോത്സ്യൻ വിട്ടില്ല. നീ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഷർട്ടിന്റെ നിറം ഇന്നത്തെ ദിവസത്തിന് ചേർന്നതല്ല. അത് ഉടനെ മാറ്റണം. ഇവിടെ വെച്ചോ. ഷർട്ട് ഊരിയിട്ടിട്ട് ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോവും? സുധി ചോദിച്ചു. നീ ആദ്യം അത് ഊരി, പകരം ധരിക്കാനുള്ളത് ഞാൻ തരാമെന്ന് പറഞ്ഞ് ജോത്സ്യൻ സുധിയെ കൊണ്ട് ഷർട്ട് ഊരിപ്പിച്ചു. പകരം അവിടെ ഉണ്ടായിരുന്ന ഒരു കാവ്യമുണ്ട് എടുത്തിട്ട് സുധിയുടെ ദേഹത്തേക്ക് പുതപ്പിച്ചു കൊടുത്തു. ഇന്ന് ഈ മുണ്ട് വേണം നിന്റെ വേഷം. ഇത് നിന്റെ കവചമായിരിക്കും, ജോത്സ്യൻ പറഞ്ഞു. മാത്രവുമല്ല, ഈ വസ്ത്രങ്ങൾ അലക്കേണ്ട ചുമതല സുധിയുടെ ഭാര്യയ്ക്ക് മാത്രമായിരിക്കണം. വേറെ ആരും അതിൽ തൊടാൻ പോലും പാടില്ല. അദ്ദേഹം കർശനമായി തന്നെ നിർദ്ദേശിച്ചു. മനസ്സില്ല മനസ്സോടെ, എന്നാൽ ഭയം കാരണം അനുസരിക്കാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കാവ്യമുണ്ടും പുതച്ച് സുധി വീട്ടിലേക്ക് യാത്രയായി. ഇതേ സമയം സുധിയുടെ വീട്ടിൽ മറ്റൊരു രംഗം അരങ്ങേറുകയായിരുന്നു. സച്ചി വളരെ സന്തോഷത്തോടെ വലിയൊരു മൺകുടുക്കയുമായി വീട്ടിലേക്ക് കയറി വരുന്നു. അവന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ആവേശമുണ്ടായിരുന്നു. രേവതി, ഇങ്ങോട്ടേക്ക് വന്നേ, ഇതൊന്ന് നോക്കിയേ, സച്ചി വിളിച്ചു പറഞ്ഞു. രേവതി ഓടി വന്നു. ആഹാ, ഇത് അത്യാവശ്യം വലുതാണല്ലോ സച്ചിയേട്ടാ, ഇത് മതിയായിരിക്കും, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അവരുടെ സംസാരം കേട്ട് രവീന്ദ്രനും ചന്ദ്രമതിയും അങ്ങോട്ടേക്ക് എത്തി. എന്താടാ സച്ചി ഇത്? അച്ഛൻ ചോദിച്ചു. ഇതൊരു കുടുക്കയാണച്ചാ, നമുക്കൊരു മുറി പണിയണ്ടേ, അതിനുള്ള പൈസ സ്വരൂപിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഞാൻ, സച്ചി അഭിമാനത്തോടെ പറഞ്ഞു. എന്നാൽ ചന്ദ്രമതിയുടെ പ്രതികരണം പതിവ് പോലെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നതായിരുന്നു. ഓഹോ, അപ്പോൾ ഞാൻ വിചാരിച്ചത് തന്നെ കാര്യങ്ങൾ നടന്നു. അവസാനം പിച്ച തെണ്ടാനുള്ള പാത്രവുമായി നീ വന്നിരിക്കുകയാണല്ലേ? ചന്ദ്രമതി പരിഹസിച്ചു. നിന്റെ ഭർത്താവിന്റെ പണം കൊണ്ട് മുറി പണിയാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ നിങ്ങൾ വീട്ടിൽ തോറും കയറിയിറങ്ങി പിച്ച എടുക്കാനാണോ നിങ്ങളുടെ ഭാവം? ചന്ദ്രമതി രേവതിയെ നോക്കി ചോദിച്ചു. രവീന്ദ്രൻ ചന്ദ്രമതിയെ ശകാരിക്കാൻ തുടങ്ങിയെങ്കിലും സച്ചി തടഞ്ഞു. അച്ഛാ, ഒന്നും പറയണ്ട, അമ്മ പറഞ്ഞോട്ടെ. ഞങ്ങൾ ആരുടെയും മുൻപിലും കൈനീട്ടൊന്നുമില്ല. അധ്വാനിച്ച് പണം കൊണ്ട് തന്നെ മുറി പണിയും. രേവതി സച്ചിയുടെ വാക്കുകളെ പിന്തുണച്ചു. അമ്മ പറഞ്ഞതുപോലെ പിച്ചെടുക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. ഈ കുടുക്കയിൽ ഞങ്ങൾ സമ്പാദിക്കുന്ന പണം നിറക്കും. സച്ചിയും രേവതിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗേറ്റിന് പുറത്ത് അമ്മേ എന്നൊരു വിളി കേട്ടത്. കാവ്യമുണ്ട് ദേഹമാസകലം പുതപ്പിച്ച് ഒരാൾ വന്ന് നിൽക്കുന്നു. സച്ചി തിരിഞ്ഞു നോക്കി. അച്ഛാ, കണ്ടോ, കറക്റ്റ് സമയത്തൊരു പിച്ചക്കാരൻ വന്നിട്ടുണ്ട്. സച്ചി സുധിയെ നോക്കി പറഞ്ഞു. ആരാടാ പിച്ചക്കാരൻ? സുധി ദേഷ്യത്തോട് ചോദിച്ചു. പിന്നെ ഈ കോലത്തിൽ വന്ന വേറെന്താ പറയുക? സച്ചി തിരിച്ചും ചോദിച്ചു. സുധിയുടെ വേഷം കണ്ട് ചന്ദ്രമതിയും രവീന്ദ്രനും ആകെ ഞെട്ടിപ്പോയി. എന്താ സുധി ഇത്? നിനക്കിത് എന്തു പറ്റി? ഇതെന്ത് വേഷാണ്? ചന്ദ്രമതി ആകാംക്ഷയോട് ചോദിച്ചു.
വല്ല ചെളിയും തെറിച്ചതുകൊണ്ട് ഡ്രസ്സ് മാറ്റിയതാണോ? അച്ഛനും ചോദിച്ചു. സച്ചി വിട്ടില്ല. ഏയ് അതൊന്നുമല്ല അച്ഛാ, ഇവൻ കടം വാങ്ങിയവർ ഇവന്റെ ഷർട്ട് ഊരിയിട്ട് അവനെ ഓടിച്ചു വിട്ടതായിരിക്കും. സച്ചിയുടെ കളിയാക്കലുകൾക്ക് മറുപടി പറയാനൊന്നും ശ്രുതി നിന്നില്ല. അവൻ വളരെ ശാന്തനായി പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ചന്ദ്രമതി ശ്രുതിയോട് ആ വേഷം മാറ്റാൻ നിർബന്ധിച്ചു. നീ ആദ്യം ഈ മുണ്ടങ്ങ് ഊരി മാറ്റ്. പക്ഷേ ശ്രുതി അതിന് സമ്മതിച്ചില്ല. അമ്മേ, എന്നെ വിട്, ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്, ആരും ഇതിൽ ഇടപെടണ്ട എന്നും പറഞ്ഞ് അവൻ അമ്മയുടെ കൈ അങ്ങ് തട്ടിമാറ്റി പൂജാമുറിയിലേക്ക് പോയി. അവിടെ കുറേ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം ആരോടും ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ശ്രുതി പോയതിനു ശേഷം സച്ചിയും രേവതിയും തങ്ങളുടെ പദ്ധതിയുമായി മുന്നോട്ട് പോയി. നമുക്ക് ഈ കുടുക്ക ഉദ്ഘാടനം ചെയ്യണം. അച്ഛൻ്റെ കൈപുണ്യമാണ് നല്ലത്. അച്ഛൻ തന്നെ ആദ്യത്തെ നാണയം ഇതിലിടണം, സച്ചി പറഞ്ഞു. രവീന്ദ്രൻ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. സച്ചി കൊടുത്ത നാണയം രവീന്ദ്രൻ ആ കുടുക്കയിൽ നിക്ഷേപിച്ചു. ചന്ദ്രയെ നിർബന്ധിച്ചുകൊണ്ട് അതിൽ തന്നെ പങ്കു ചേർത്തു. ഇതെല്ലാം കണ്ട് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ, ഡൊണേഷൻ ബോക്സ് ആണോ? അവൾ ചോദിച്ചു. ഏകദേശം അത് തന്നെ. മുറി പണിയാനുള്ള പണം ഇതിലാണ് ഞങ്ങൾ സൂക്ഷിക്കാൻ പോകുന്നത്, രേവതി മറുപടി പറഞ്ഞു. സച്ചി പെട്ടെന്ന് തന്നെ ചിന്തയിലാണ്ടു. ഇത് നിറയുന്നത് വരെ എവിടെ സൂക്ഷിക്കും? നമ്മുടെ മുറിയിൽ വെച്ചാൽ സുരക്ഷിതമാണോ? അവനൊരു ഉപായം കണ്ടെത്തി. നമുക്കിത് ശ്രുതിയുടെയും മുറിയിലെങ്ങ് വെക്കാലോ. അതെന്താ സച്ചിയേട്ടാ അങ്ങനെ പറയുന്നത്? ശത്രുവിൻ്റെ മുറിയിൽ കൊണ്ട് വെക്കാനാണോ? രേവതി ചോദിച്ചു. കള്ളൻ്റെ കയ്യിൽ താക്കോലേൽപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ബുദ്ധി. നമ്മൾ അവൻ്റെ മുറിയിൽ ഇത് വെച്ചാൽ അതിൽ നിന്നും പണം നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്തം അവൻ. അതുകൊണ്ട് അവൻ ഇത് മോഷ്ടിക്കില്ല, ഭദ്രമായി നോക്കിക്കോളും. സച്ചി തൻ്റെ തന്ത്രം തന്നെ വെളിപ്പെടുത്തി. ഇവൻ ഇപ്പോൾ വന്ന വേഷം കണ്ടില്ലേ? ചിലപ്പോൾ ഈ കുടുക്കയും കൊണ്ട് അമ്പലനടയിൽ പോയിരുന്ന് പിച്ചെടുക്കാനും ഇവ മടിക്കില്ല. സച്ചി വീണ്ടും കളിയാക്കി. ഇത് കേട്ട് ശ്രുതിക്ക് നന്നായി ദേഷ്യം വന്നു. അവൾ വേഗത്തിൽ തന്നെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയ ശ്രുതി കണ്ടത് കാവ്യമുണ്ടും പുതച്ചിരിക്കുന്ന ഭർത്താവിനെയായിരുന്നു. ഇതെന്താ ശ്രുതി, എന്ത് വേഷായത്? പുറത്ത് സച്ചി നിങ്ങളെ പിച്ചക്കാരനെന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഈ കോലത്തിലൊക്കെ ഇരിക്കുന്നത്? ശ്രുതി ദേഷ്യത്തോടെ ചോദിച്ചു. ശ്രുതി ദേഷ്യത്തോടെ ആ മുണ്ട് പിടിച്ചു വലിച്ചു. ശ്രുതി, അത് വിട്. ഇതാണ് ഇനി എൻ്റെ വേഷം, ഇതാണ് എൻ്റെ കവചം. ശ്രുതി തടയാൻ ശ്രമിച്ചു. കവചമോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ശ്രുതി അമ്പരന്നു. ശ്രുതി നടന്ന കാര്യങ്ങളെല്ലാം ഭാര്യയോട് വിവരിച്ചു. ജ്യോത്സ്യം പറഞ്ഞതും നിങ്ങളുടെ രഹസ്യം വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ചും അവൻ പറഞ്ഞു. എൻ്റെ ഉയർച്ചയെ തടയാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതെന്നെ സഹായിക്കും. ശ്രുതിക്ക് ഇത് കേട്ടിട്ട് സഹതാപം തോന്നി. ശ്രുതി, ഇത്രയും വിദ്യാഭ്യാസമില്ലേ നിനക്ക്? എന്നിട്ടും എന്തിനാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ നീ പോകുന്നത്? പണ്ട് ഒരു നാരങ്ങയുടെ പേരിൽ സച്ചി നിങ്ങളെ പറ്റിച്ചതല്ലേ? എന്നിട്ടും നിങ്ങൾ പഠിച്ചില്ലേ? ഇത്തവണ അങ്ങനെയല്ല ശ്രുതി. എനിക്ക് ആരെയും വിശ്വാസമില്ല. എനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്നാണ് എനിക്ക് ആപത്ത് വരാൻ പോകുന്നത്. ചിലപ്പോൾ അത് നീ ആയേക്കാം, അല്ലെങ്കിൽ മറ്റൊരാരെങ്കിലും ആയേക്കാം. ഇനി കുറച്ചു നാളത്തേക്ക് ജ്യോത്സ്യം പറയുന്നത് പോലെ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ശ്രുതി ഉറപ്പിച്ചു പറഞ്ഞു. മാത്രവുമല്ല, വരും ദിവസങ്ങളിൽ താൻ ഷോറൂമിൽ പോകില്ല എന്നും ശ്രുതി തന്നെ ബിസിനസ് കാര്യങ്ങൾ നോക്കണമെന്നും ശ്രുതി നിർദ്ദേശിച്ചു. ഭർത്താവിൻ്റെ ഈ മാറ്റം കണ്ട് എന്ത് പറയണമെന്നറിയാതെ നിസ്സഹായായി നിൽക്കുകയായിരുന്നു ശ്രുതി. പിന്നീട് അടുത്ത ദിവസം രേവതി കച്ചവടത്തിനിടയിൽ തൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുകയായിരുന്നു. സ്ത്രീകളുടെ സംസാരം ഭർത്താക്കന്മാരുടെ സ്നേഹമില്ലായ്മയെക്കുറിച്ചായിരുന്നു. ഒരു സ്ത്രീ പറഞ്ഞു, നമ്മൾ അവർക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു, പക്ഷേ അവർക്കതൊന്നും ഒരു വിലയുമില്ല. ഇന്നലെ ഞാനൊരു തമിഴ് വീട്ടിൽ നിന്നും പഠിച്ച ഒരു പുതിയ പലഹാരമുണ്ടാക്കി ഭർത്താവിന് കൊടുത്തു. അദ്ദേഹം അത് തിന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ എഴുന്നേറ്റങ്ങ് പോയി. ബാക്കി വന്നത് ഞാൻ പട്ടിക്കിട്ട് കൊടുത്തു. ആ പട്ടി പോലും ഒന്ന് വാലാട്ടി നന്ദി കാണിച്ചു. ഇത് കേട്ട് മറ്റുള്ളവരെല്ലാം ചിരിച്ചു. എല്ലാ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ് രേവതി. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ മാത്രമേ സ്നേഹം കാണിക്കൂ. പിന്നെ നമ്മൾ എന്ത് ഉണ്ടാക്കി കൊടുത്താലും കുറ്റം മാത്രമേ പറയൂ. എന്നാൽ രേവതി അത് സമ്മതിച്ചില്ല. എൻ്റെ സച്ചിയേട്ടന് അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്തു കൊടുത്താലും ചേട്ടൻ സന്തോഷത്തോടെ കഴിക്കും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുകയും ചെയ്യും. സുഹൃത്തുക്കളൊന്നും അത് വിശ്വസിച്ചില്ല. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് രേവതി, ഇന്ന് ഈ പുതിയ വിഭവം ഉണ്ടാക്കി നീ സച്ചിക്ക് ഉണ്ടാക്കി കൊടുക്ക്. എന്നിട്ട് അദ്ദേഹം എന്ത് പറയുന്നു എന്ന് നോക്കാലോ. ഒന്നും പറയില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. പറയിപ്പിക്കാം. സച്ചിയേട്ടൻ നല്ല അഭിപ്രായം പറയും. നമുക്ക് ബെറ്റ് വെക്കാം. രേവതി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ശരി, 5000 രൂപക്ക് ബെറ്റ് വെക്കുന്നു. സുഹൃത്തുക്കൾ വെല്ലുവിളിച്ചു. കയ്യിൽ പണമില്ലെങ്കിലും ഭർത്താവിനോടുള്ള വിശ്വാസം കൊണ്ട് രേവതി ആ ബെറ്റ് അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ ആ പുതിയ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായി അത് ഉണ്ടാക്കി സച്ചിയെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്ന വാശിയോടെ അവൾ വീട്ടിലേക്ക് പോകുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.